ഉത്രം 1-ാം പാദം ചിങ്ങൻ രാശിയിലും 2, 3, 4 പാദങ്ങൾ കന്നി രാശിയിലും വരുന്നു. ഉത്രം നക്ഷത്രക്കാരുടെ ദാമ്പത്യം പൊതുവെ സുഖകരമായിരിക്കും. ഉത്രം ചിങ്ങക്കൂറുകാർക്ക് കളത്രസ്ഥാനാധിപൻ ശനിയും ചിങ്ങം രാശിയുടെ അധിപൻ ആദിത്യനും നവാംശാധിപൻ വ്യാഴവുമായതിനാൽ ഈ 3 ഗ്രഹങ്ങളും ഇവരുടെ ദാമ്പത്യത്തെ സ്വാധീനിക്കുന്നു. ജീവിത പങ്കാളി അല്പ പരുക്കൻ മട്ടും ധാർഷ്ട്യവുമൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടി ഉള്ളിൽ സ്നേഹവും പ്രേമവും അനുരാഗവുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊന്നും അത്ര പെട്ടെന്ന് പുറത്തു പ്രകടിപ്പിക്കുന്ന സ്വഭാവമല്ലാത്തതിനാൽ അതിൻ്റേതായ ചില കുറവുകൾ ഉണ്ടാവുമെങ്കിലും ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകും. കന്നിക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് കളത്രസ്ഥാനം മീനം രാശിയും മീനൻ രാശി ദാമ്പത്യ സുഖത്തിന്റെ കാരകനായ ശുക്രന്റെ ഉച്ചക്ഷേത്രവും അംശകം ശനിയുടെ ക്ഷേത്രങ്ങളിലും വരുന്നതിനാൽ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം വിദ്യയും വിവേകവും അനുരാഗവും ധാർഷ്ട്യവും താമസശീലവും ഒക്കെ ഉള്ള ആളാവും ജീവിത പങ്കാളിയെങ്കിലും തൻ്റെ പങ്കാളിയുടെ ഇഷ്ട അനിഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടമെന്ന് കരുതി ജീവിക്കുന്ന പങ്കാളി കൂടിയായതിനാൽ എന്തെല്ലാം ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായാലും ദാമ്പത്യത്തെ ബാധിക്കാതെ സന്തോഷകരമായി മുന്നോട്ടു പോകും. ഉത്രം നാളുകാർക്ക് സന്താനങ്ങൾ പൊതുവെ കുറവായിരിക്കും. ചിങ്ങക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് പുരുഷ സന്താനങ്ങളും കന്നിക്കൂറുകാർക്ക് സ്ത്രീ സന്താനങ്ങളുമായിരിക്കും. ഉത്രം ചിങ്ങക്കൂറുകാരുടെ സന്താനങ്ങൾ പ്രഭാവവും ബുദ്ധിശക്തിയും വിവേകവും ആത്മീയതയും സ്നേഹവും പ്രഭുത്വമുള്ളവരും ഉന്നത ശ്രേണിയിലെത്തുന്നവരുമാകും. ഉത്രം കന്നിക്കൂറുകാരുടെ സന്താനങ്ങൾ ബുദ്ധിശക്തിയും ആത്മീയതയും പ്രഭാവവും സ്നേഹവും സാത്വികവും ഒപ്പം തന്നെ താമസഗുണമുള്ളവരുമായിരിക്കും. അതിനാൽ തന്നെ ചെറിയ വാശിയും താനെന്ന ഭാവമൊക്കെ ഉണ്ടാവുമെങ്കിലും പ്രശസ്തരും സമൂഹം അംഗീകരിക്കുന്നവരുമാകും. അപൂർവം ചില ഉത്രം നാളുകാർ സന്താനരഹിതരോ ഇനി സന്താനങ്ങൾ ഉണ്ടായാൽ തന്നെ അവരെ കൊണ്ട് മനോവിഷമം അനുഭവിക്കുന്നവരുമാകും. അതിനു പ്രധാന കാരണം അവരുടെ ജാതകത്തിലെ സന്താനഭാവത്തിലെ പാപസ്ഥിതിയോ യോഗമോ ദൃഷ്ടിയോ നീചസ്ഥിതിയോ മൂലമാകും. ഇത് മനസ്സിലാക്കി വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ സന്താന സൗഖ്യം കൈവരും.